സന്നിധാനത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതലായി വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രതിഫലനം അവിടെ ക്യൂലൊന്നും അനുഭവപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. കാരണം വളരെ വേഗത്തിൽ ആളുകൾക്ക് ദർശനം നടത്തി പോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എത്ര തിരക്കുണ്ടായാലും ഏറ്റവും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. ഈ വർഷം നട തുറന്ന ശേഷം ഇന്നലെ വരെ 9,13,437 തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3.5 ലക്ഷം പേർ അധികം എത്തിയിരിക്കുന്നു ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ദർശനം പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ മണ്ഡലകാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നും അതുതന്നെയാണ്. വിവരങ്ങളുമായി സുജു ആണ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സന്നിധാനത്തേക്ക് നമുക്ക് പോകാം, ശബരിമല വിശേഷങ്ങൾ കാണാം. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഇന്ന് കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 9.25 ലക്ഷത്തോളം അയ്യപ്പന്മാർ ഇന്നലെ വൈകുന്നേരം വരെ സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ടു മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3.5 ലക്ഷത്തോളം അധികം ആളുകൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇത്രയധികം ആളുകൾ വന്നു പോയിട്ടും ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ല ഇത്തവണത്തെ തീർത്ഥാടന കാലത്ത്. ഏറ്റവും സവിശേഷകരമായ ഒരു സാഹചര്യം. തീർച്ചയായിട്ടും മനു, അതുതന്നെയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതുവരെ 30,000-ഓളം ആളുകളാണ് ശബരിമലയിൽ ഇന്ന് നട തുറന്ന ശേഷം എത്തിയിരിക്കുന്നത്. ഇന്നലെ വരെ 9,13,437 തീർത്ഥാടകർ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടും 3.5 ലക്ഷം തീർത്ഥാടകരുടെ എണ്ണം കൂടുതലാണ്. എടുത്തു പറയേണ്ടത്, ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയിരിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം 1,05,422 പേരാണ്. അതായത് ഇന്നലെ വരെ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ല, അല്ലെങ്കിൽ സ്പോട്ട് തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന ചില ആളുകൾ പ്രചരിച്ചെടുത്താണ് ഈ കണക്ക് പുറത്തു വരുന്നത്. ഏതാണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടി അയ്യപ്പന്മാരെ അവർ കടന്നു വരുമ്പോൾ പോലീസ് അവരെ പ്രത്യേകം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് പ്രത്യേക പാത, അതായത് സാധാരണഗതി ഫ്ലൈ ഓവർ വഴിയാണ് മറ്റ് തീർത്ഥാടകർ പോകുന്നെങ്കിൽ കുട്ടി അയ്യപ്പന്മാരുമായി എത്തുന്ന തീർത്ഥാടകരെ പ്രത്യേകം അവർക്ക് ഒരുക്കുന്ന ഒരു സൗകര്യത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ തീർത്ഥാടനം സുഗമമായി പോവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദർശനം നല്ല രീതിയിൽ നടക്കുമെന്ന് പറയുമ്പോൾ, അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, വലിയ സംവിധാനങ്ങൾ ശബരിമലയിൽ ഇത്തവണ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷത്തെ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കുട്ടികളുമായി എത്തുന്ന തീർത്ഥാടകരെ. അവർക്കെല്ലാം പ്രത്യേകം സൗകര്യം, അത് പ്രായമുള്ളവർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. അവർക്ക് ദർശനം നടത്താൻ വേണ്ടി. ചേട്ടാ, ഇവിടുന്ന് വരുന്ന അത്ര കൂത്തുറമ്പ് എങ്ങനെയുണ്ട്? ഒന്നും കുഴപ്പമൊന്നുമില്ല സാർ. നല്ല ദർശനം സംവിധാനം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വരുന്നു. നല്ലതാണോ? നല്ലതന്നെ, അങ്ങനല്ലേ വേണ്ടേ. മോളുടെ പേരെന്തുവാ? മിത്ത. എത്ര എന്തുകൾ പഠിക്കുക? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 2-ലോ. അയ്യപ്പനെ കാണാൻ പോവാണോ? എന്താ പറയാൻ പോന്നേ? ആണോ? സുഖമാണെന്ന് പ്രാർത്ഥിക്കാനാണ് പോന്നേ. എങ്ങനെയുണ്ട്? മല കയറി വന്നപ്പോ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? നല്ല സുഖമായിരുന്നോ? മോൾക്കെന്താ പറയാനുള്ളേ? പേരെന്തുവാ? പേര് പറയേ. ആരുഷി. എത്രല്ല പഠിക്കുന്നേ? 2-ല്. ആദ്യമായിട്ടാണോ ശബരിമല വരുന്നേ? ഈ മല കയറി വന്നപ്പോ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഈ വരുന്ന വഴി നല്ല സംവിധാനങ്ങൾ, അതായത് ജർമ്മൻ പന്തല്, അതൊക്കെ എങ്ങനെയാണ്? അത് നല്ല ഇതായിട്ടില്ല, നല്ല ഇതിനു നല്ല തിരക്കിലാണ് ഇപ്പം വരാൻ പറ്റും. നല്ല കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് നാടോടാ? കൂത്തുറമ്പ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ? നല്ല ഇത് തന്നെ. കുടിവെള്ളമൊക്കെ ഉണ്ടായിരുന്നോ? കുടിവെള്ളം എല്ലാം ഉണ്ട്, ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട്, കുടിവെള്ളം തന്നിട്ടുണ്ട്, എല്ലാം സെറ്റപ്പാണല്ലേ? നല്ല സെറ്റപ്പ്. സുഖദർശനം പ്രതീക്ഷിക്കും. ഇതാണ് മനു തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. അതായത് വലിയ സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. കുട്ടികൾക്കുൾപ്പെടെ മല കയറുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് തീർത്ഥാടകർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഈ വലിയ സുഖദർശനം തന്നെ ആളുകൾക്ക് കിട്ടുന്നു എന്ന സന്തോഷകരമായ വാർത്ത തന്നെ നമുക്ക് ഇവിടുന്ന് സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കാൻ സാധിക്കും. മനു, തീർച്ചയായും സുജു പറഞ്ഞതുപോലെ ശബരിമല തീർത്ഥാടന കാലം എല്ലാ സമയത്തും നമുക്കൊരു വലിയ സന്തോഷമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അതിൽ ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ തീർത്ഥാടന സമയത്ത് വലിയ വിവാദങ്ങൾ കൊണ്ടുവരുന്നു, അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ എവിടെ നോക്കിയാലും, എത്ര മാധ്യമങ്ങൾ എതിരേക്ക് ഇറങ്ങി നടന്നാലും ആർക്കും അത്തരത്തിലൊരു പരാതിയോ പരിഭവമോ കേൾക്കാനില്ല എന്നത് അതിൻ്റെ ഒരു വേറിട്ട കാഴ്ച നൽകുന്നു. ഇന്നലെ സുജു കുറേ അമ്മമാരോട്, മാളികപ്പുറങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പട്ടാമ്പിയിൽ നിന്ന് വന്ന ആളുകളൊക്കെ, അവരൊക്കെ പറഞ്ഞ വാക്കുകൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് നടത്തിയ മുന്നൊരുക്കങ്ങളുടെ ഒരു ഫലം ഇത്തവണ ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. സർക്കാർ എടുത്ത ആ മുന്നൊരുക്കങ്ങൾ, ആ എഫേർട്ട്, അത് പറയാതെ പോകാൻ പറ്റില്ല.
മനു, തീർച്ചയായിട്ടും സർക്കാർ ഒരുക്കിയ മുന്നൊരുക്കങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതാണ്. ശബരിമലയിൽ അത് ഇപ്പൊ 18ാം പടി അടിയിൽ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർ ഈ തീർത്ഥാടകരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൂടെ കിടക്കാം. അതായത് വാവരുനട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നൽകിയിരിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അത് തിരുമറ്റത്ത് ഉൾപ്പെടെ ഇത്തവണ ജർമ്മൻ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വിശ്രമിക്കുവാനുള്ള അവസരം നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് 18ാം പടിയിലേക്ക് വലിയ നടപ്പന്തലിൽ നിന്ന് തീർത്ഥാടകർ ക്യൂവായി എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതിന്റെ തൊട്ടു സമീപത്ത് തന്നെയാണ് നമുക്കറിയാം വാവരുനട സ്ഥിതി ചെയ്യുന്നത്. ആ വാവരുനടയുടെ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അവിടെ കടക്കുമ്പോൾ അതിന്റെ തൊട്ടു ഫ്രണ്ടിൽ ഒരു പന്തൽ ഇത്തവണ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ മുൻ വർഷങ്ങളിൽ പതിവില്ലാത്ത തരത്തിലൊരു പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അതുതന്നെയാണ്. ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയത് കൂടി തന്നെ കനത്ത വെയിലോ മഴയോ ഒക്കെ ഉണ്ടായാൽ തീർത്ഥാടകർക്ക് അവിടെ കയറി നിന്ന് വിശ്രമിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ തീർത്ഥാടന പാതയിലും ചുക്കുവെള്ളം, കുടിവെള്ളം, അതുപോലെ തന്നെ വലിയ നടപ്പന്തലിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പം നമ്മുടെ സംസാരിച്ച തീർത്ഥാടകർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്നത് കുടിവെള്ളവും അതുപോലെ ബിസ്ക്കറ്റും ഒക്കെ ലഭിച്ചിരുന്നു. അതായത് ക്യൂവിൽ നിന്നാൽ അല്പസമയം നിൽക്കേണ്ട വന്നാൽ പോലും അവർക്ക് വലിയ മികച്ച സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തീർത്ഥാടകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയിലുള്ളത്. നമ്മൾ തിരികെ ഈ തീർത്ഥാടകരിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഈ കുട്ടികളുമായി എത്തുന്ന തീർത്ഥാടകർ, പ്രായമുള്ളവർ, നമുക്കറിയാം സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 18ാം പടി പോലീസ് ഉദ്യോഗസ്ഥർ തീർത്ഥാടകരെ ആയാസകരമായി തന്നെ വളരെ വേഗത്തിൽ ശബരിമലയിലെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമുടിക്കെട്ടുമായി എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് 18ാം പടി ചവിട്ടിയാണ് അവർ ദർശനം നടത്തുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ 18 പടികൾ. ആ 18 പടികൾ തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോലീസ് അയ്യപ്പന്മാരുടെ സഹായത്തിലൂടെ കയറുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം വളരെ പ്രയാസപ്പെട്ട് അവർക്ക് പോലീസിൻ്റെ വലിയ ഒരു എഫോർട്ട് ആ 18ാം പടി ഇരുവശത്തായി നിന്നുകൊണ്ട് തീർത്ഥാടകർക്ക് സഹായകരമായി അവരുടെ ഈ ഒരു സേവനം പോലീസ് നടത്തുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും അവരുടെ ആ പ്രയത്നത്തെ, അവരുടെ ആ എഫോർട്ടിനെ ഊഴ്ത്തിപ്പറയേണ്ടതുണ്ട്. അത് അത്രയധികം വലിയ എഫോർട്ടോടു കൂടി തന്നെയാണ് അവർ ഇത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ 18ാം പടി തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. അതിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനമെങ്കിലും മുൻ വർഷങ്ങളിൽ ചില അപഖ്യാതികൾ അല്ലെങ്കിൽ ചില വ്യാജ തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ മനവർഷമുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു. നമുക്ക് ഇന്ന് വലിയ തീർത്ഥാടകർ തിരക്ക് ഏർപ്പെടുമ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തത്സമയം തന്നെ കാണാം. ഇപ്പം കുട്ടി അയ്യപ്പന്മാരുമായി എത്തുമ്പോൾ അവരെ സഹായിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കയറ്റി അവർക്ക് ആവശ്യമുണ്ട്. കുട്ടിയെ പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെത്തുന്ന തീർത്ഥാടകരെ നോക്കുവാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവർക്ക് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. അതായത് സാധാരണ തീർത്ഥാടകർ ഫ്ലൈ ഓവർ വഴി കടന്നു പോകുമ്പോൾ അവരെ മറ്റ് സ്ഥലം വഴി കടത്തിവിടുന്നത് കമ്മിങ് ഫ്രം Chennai. Yeah, it's no fine. Everything is okay. நல்லா இருந்தது எங்களுக்கு. Yeah, separate queue they are given. No issue. I also can be separate because since I am in food problem, I also can be separate. Yeah, separate. In the same queue only, I just kept separate. മനു, ഇദ്ദേഹത്തിന് കാല് വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ക്യൂ ഇദ്ദേഹത്തിനും നൽകിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്നാണ് വന്നിരിക്കുന്ന. പേര് ഹരിഹരൻ. ചെന്നൈ. ചെന്നൈയിൽ നിന്ന് വന്ന ഹരിഹരൻ എന്ന സ്വാമിയാണ്. അദ്ദേഹവും പറയുന്നത് അദ്ദേഹത്തിനും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാര്യമാണെന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്ന ആശയം. അങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്ക്, ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ നല്ല സംവിധാനമാണെന്ന് അത് നമ്മൾ മുമ്പ് സംസാരിച്ച മലയാളികളായ തീർത്ഥാടകരാണെങ്കിൽ ഇപ്പോൾ ചെന്നൈയിൽ നിന്നെത്തിയ നമുക്കൊന്നും ഒരിക്കലും പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ്. അവരെല്ലാം തന്നെ വളരെ പോസിറ്റീവായി ഇതിനെ കാണുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജു, ശബരിമലയിലെത്തുന്ന എല്ലാവരും, എല്ലാ അയ്യപ്പന്മാരും ഒരേ മനസ്സോടെ പറയുന്നത് ഇത്തവണ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഒരു മിനിറ്റിൽ ഏകദേശം 85ഓളം അയ്യപ്പന്മാരാണ് 18ാം പടി കയറി ദർശനത്തിനായി കടന്നു പോകുന്നത്. അതിൽ തന്നെ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് പ്രത്യേക ക്യൂ സംവിധാനങ്ങൾ വേറെയുണ്ട്. ശാരീരിക അവശതകളുള്ളവർക്ക് അവർക്കും പ്രത്യേക ക്യൂ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കുകളില്ലാതെ ഏറ്റവും സുഗമമായി അയ്യപ്പനെ കണ്ട് മടങ്ങുന്നു എന്നതാണ് തീർത്ഥാടകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ തീർത്ഥാടന കാലത്ത് എടുത്ത മുന്നൊരുക്കങ്ങൾ ഏറ്റവും ഫലപ്രദമായി അവിടെ നടക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. സന്നിധാനത്ത് നിന്ന് എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്തകൾ കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുജു, ഞാൻ പിന്നീട് വരാം.